ശിഷ്യത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വചനം പഠിക്കുന്നത് ഏറ്റവും ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഏറ്റവും അനുഗ്രഹകരമാണ്. അതുകൊണ്ട് ദൈവവചന പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി ബലപ്പെടുവാൻ സാധ്യമുള്ളത്. ഒറ്റയ്ക്കും കുടുംബമായും സഭയായി നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കണം. നമുക്ക് പേഴ്സണലായ ഒരു വചന പഠനം ആവശ്യമാണ്. കുടുംബമായിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം. മാത്രമല്ല, സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് കുടുംബമാണെങ്കിൽ അതിൻ്റെ വികാസം പ്രാപിച്ച തിരുശരീരത്തിൻ്റെ കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ സഭയായി നമ്മൾ വചനം പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ലോക്കൽ സഭയും ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വചന പഠനം അത്യന്താപേക്ഷിതമായി കരുതിക്കൊണ്ട് ഗൗരവത്തോടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേരൊക്കെ സമയത്തിനെത്തത്തുള്ളൂ, എങ്കിലും പല തിരക്കുകളായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ശാരീരിക വിഷമങ്ങളോ ഒക്കെ ആയിരിക്കാം, ജോലി മുതലായ കാര്യങ്ങളായിരിക്കാം. വിവിധ കാരണങ്ങളാൽ വചന പഠനത്തിന് അത്രമാത്രം ശ്രദ്ധയോ ഗൗരവമോ നമ്മൾ കൊടുക്കാറില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ ഫീലിംഗ് ആയിരിക്കാം, സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എനിവേ, അതെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും വചന പഠനത്തിന് അതീവ ശ്രദ്ധ കൊടുക്കുവാനും. ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ ആ ഡിസൈപ്പിൾഷിപ്പിനേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ട ഒരു വലിയ കുരിശ് എടുത്തുകൊണ്ട് ഒരാൾ നടന്നു പോകുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ അവനവന് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ കുരിശുകളെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യണം. അന്ത്യത്തിൽ ഒരു പ്രതിഫലമുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ലഭിച്ച് അതിന് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം ഭൂരിഭാഗം ആളുകൾക്കും വിശ്വാസികൾക്കുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോക ജീവിതത്തിൽ നിന്ന് നമുക്ക് നേടുവാനുള്ളത് ലോകത്തിൽ നിന്നും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും നമുക്കൊന്നും കിട്ടുവാനില്ല. നമുക്കെന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ അത് ദൈവവചനത്തിൽ നിന്നും വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തത്തെ ഏറ്റുപറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു മോക്ഷയാത്ര, ഒരു സിയോൻ യാത്ര, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ബാക്കിയെല്ലാം നശ്വരമാണ്, ഈ ലോകത്ത് നശിച്ചു പോകുന്നതാണ്, നമ്മുടെ ശരീരം പോലും ജഡം പോലും തകർന്നു പോകുന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ നമുക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യത്തെയും പ്രതിഫലങ്ങളെയും ഈ ലോകത്ത് നമ്മൾ എന്തെങ്കിലും നേടുന്നെങ്കിൽ അത് സ്വർഗത്തിൻ്റെ സമ്പത്തായി തീരണം, സ്വർഗത്തിലെ ഡിപ്പോസിറ്റായി തീരണം എന്ന ആഗ്രഹത്തോടെയാണ് വിശുദ്ധന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമ്മളെ നയിക്കാൻ, നടത്താൻ വചനപഠനം ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തു എന്ന ആമേൻ കർത്താവിൻ്റെ തലയോളം വളർന്ന് ജീവിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ശിഷ്യത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എല്ലാവരെയും കർത്താവ് തൻ്റെ ശിഷ്യത്വത്തിലേക്കാണ് ഉന്നതമായ വിളി, വലിയൊരു പദവിയും ഉത്തരവാദിത്വവുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യനായി ഇരിക്കുക, അതിൽ നിലനിൽക്കുക, അതിൽ മുന്നോട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് ഭാഗ്യമായി കരുതുന്നവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ എനിക്കൊരു വിളി കിട്ടിയില്ലെങ്കിൽ, ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വന്നിട്ടില്ലെങ്കിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എനിക്കങ്ങനെ ഒരു വലിയ നിയോഗം തരണം, അങ്ങയുടെ ശിഷ്യയായി ഈ ലോകത്ത് ജീവിക്കാൻ. മറ്റുള്ളതെല്ലാം വൃദ്ധമാണ്, വൃദ്ധവും പൃഥുപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിർദോഷവും നിഷ്കളങ്കവുമായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തുന്ന ഉറപ്പുള്ളവർ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് അവർ വളരും. അവർക്ക് ആഗ്രഹമുണ്ടാകും, പഠിക്കാൻ അവർ ഉത്സാഹമുള്ളവരായിത്തീരും, വിശുദ്ധിയിൽ ജീവിക്കും, വേർപെട്ട് ജീവിക്കും, വചനത്തെ അവർ അനുസരിക്കും. അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അനുസരിക്കാതെ വചനപ്രകാരം ഒരു അനുഗ്രഹം ഇല്ല. അതുകൊണ്ട് നമ്മൾ അനുസരിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ തടസ്സങ്ങൾ ഒത്തിരിയുണ്ട് ശിഷ്യത്വത്തിന്, ഇല്ലേ? ഹിൻഡ്രൻസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഭയങ്കര തടസ്സമാണ് ശിഷ്യത്വത്തിന്. പക്ഷേ ആ തടസ്സത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഉന്നതമായി കരുതിക്കൊണ്ട് പോവുകയല്ല, അതിനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ നാം പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തടസ്സങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനല്ല, തടസ്സങ്ങളെ മനസ്സിലാക്കി
തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള വലിയൊരു കൃപ നാം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അധികമായി വെളിപ്പെടുന്നത്. നമ്മൾ 3 കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനിടയായിരുന്നു: ദ വേൾഡ്, ദ ഫ്ലഷ് ആൻഡ് ദ ഡെവിൾ. അതിൻ്റെ വചനമൊക്കെ നമ്മൾ കണ്ടതാണ്. ശിഷ്യത്വത്തിൻ്റെ തടസ്സമാണ് ലോകം, ശിഷ്യത്വത്തിൻ്റെ തടസ്സമാണ് ജഡം, ശിഷ്യത്വത്തിൻ്റെ തടസ്സമാണ് പിശാച്. ഇത് 3 നമുക്കെതിരാണ് ഈ ലോകത്തിൽ ശിഷ്യത്വത്തിന് നിൽക്കുമ്പോൾ. എന്നാൽ ഇതിനെ അതിജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. കോസ്മോസ് എന്ന പദമാണ് പലയിടത്തും ദൈവത്തിൻ്റെ വചനം അത് ഉപയോഗിച്ച് 186 പ്രാവശ്യം ലോകമെന്ന അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ കോസ്മോസ് എന്ന പദത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കോസ്മോസ് എന്ന് പറയുന്നത് ഗോഡ്സ് കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് കോസ്മോസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ രാജ്യത്തിന് എതിരാണ്, ഈ ലോകരാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ്, സിസ്റ്റത്തിനെതിരാണ്, മോഹത്തിനെതിരാണ് എന്നൊക്കെ നമ്മൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. 5-6 കാര്യങ്ങൾ പഠിച്ചു. ദ സ്പിരിറ്റ് ഓഫ് ദിസ് കോസ്മോസ്. അപ്പോൾ ഈ ലോകത്തിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന് അധീനനായി നമ്മൾ ജീവിക്കരുത്. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ അനുസരിക്കുന്നത്. പിന്നെ നമ്മൾ അനുസരിക്കുന്നതും നമ്മളെ നയിക്കുന്നതായ നല്ല വഴിയിലേക്ക്, റൈറ്റ് സ്പിരിറ്റിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കേണ്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മാവ്. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ലോകത്തിൻ്റെ മോഹം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവിലല്ല അവർ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അവർ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദ വേ ഓഫ് ദ കോസ്മോസ്. ആമേൻ. ഈ ലോകത്തിന് ഒരു വഴിയുണ്ട്, ആ വഴിയല്ല നമ്മുടെ വഴി. കരമേർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ വഴിയല്ല, വഴിയും സത്യവും ജീവനുമാകുന്ന യേശു കർത്താവാണ് നമ്മുടെ സത്യവഴി, നിത്യവഴി, എത്തിക്കേണ്ടിടത്ത് നമ്മളെ എത്തിക്കുന്ന വഴി. ബാക്കിയുള്ള വഴികളെല്ലാം നമ്മളെ തകർക്കുന്ന വഴിയാണ്, നശിപ്പിക്കുന്ന വഴിയാണ്, നമ്മളെ വല്ലാതെ ചുറ്റിക്കുന്ന, വലയ്ക്കുന്ന വഴിയായതുകൊണ്ട് ആ വഴിയൊന്നും നമ്മൾ തിരഞ്ഞെടുക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തിരുവെഴുത്തിൻ്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിനെ നമുക്ക് പഠിക്കാനായി, ധ്യാനിക്കാനായി, അനുസരിക്കാനായി നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദ വിസ്ഡം ഓഫ് ദ കോസ്മോസ്. ലോകത്തിനൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിൽ നിങ്ങൾ നടക്കരുത്. ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നടന്നാൽ അത് ഭോഷത്വമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ലോകജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. ലോകത്തിൻ്റെ സിസ്റ്റങ്ങളോ ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളോ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. ആമേൻ. അത് ഒരു റിയൽ നോളജ് അല്ല. ദൈവത്തിൻ്റെ ജ്ഞാന ആത്മാവിൽ നമ്മൾ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദ ലെസ്റ്റ് ഓഫ് ദ കോസ്മോസ്. ലോകത്തിനൊരു മോഹമുണ്ട്, നമ്മളെ ആകർഷിക്കുന്ന മോഹമാണത്. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നിത്യനരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ മോഹത്തിൽ നാം ജീവിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. അങ്ങനെ എന്നിട്ട് അവസാനമായി പറയുന്നു, യു കനോട്ട് ലവ് ബോത്ത് ദ കോസ്മോസ് ആൻഡ് ഗോഡ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലും ദൈവത്തെയും മാമോനെയും ലോകത്തെയും ഒരുമിച്ച് സേവിക്കാൻ ഒരു ക്രിസ്തു ശിഷ്യന് പറ്റത്തില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലോകത്തെയും അല്ലെങ്കിൽ ദൈവത്തെയും മാമോനെയും, യു കനോട്ട് സെർവ് 2 മാസ്റ്റേഴ്സ് അറ്റ് 1 ടൈം. ഒരു സമയത്ത് രണ്ടും കൂടെ. മിക്കവാറും നമ്മളൊക്കെ രണ്ടും ഇടകലർന്ന് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകും. നമുക്ക് കുറച്ച് ലോകം വേണം, കുറച്ച് ദൈവം വേണം. ദൈവത്തിന് എന്തിനാണ് നമുക്ക് ആവശ്യം? സ്നേഹവാനായ ഒരു ദൈവത്തേക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങളിൽ ഉപകരിക്കുന്നൊരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സെൽഫ്ലെസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ്ലെസ്സായ ഒരു ജീവിതത്തെക്കുറിച്ചല്ല, നമ്മുടെ സെൽഫ് വർക്ക് ചെയ്തിട്ട് നമുക്കെന്ത് ആവശ്യമുണ്ടോ ആവശ്യത്തിന് നമുക്ക് സമീപിക്കാവുന്ന ഒരാളായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കാനല്ല ദൈവം അതിനൊക്കെ അപ്പുറത്താണ്. ദൈവത്തിൻ്റെ അസ്തിത്വം അതിനൊക്കെ അപ്പുറത്താണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക വസ്തുവോ ഘടകമോ അല്ല ദൈവം വിശ്വം മുഴുവൻ, ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, ആമേൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന മഹാശക്തിയും സർവ്വജ്ഞാനത്തിൻ്റെയും സർവ്വശക്തിത്വത്തിൻ്റെയും ഉറവിടമാണ് ദൈവത്തെ നമ്മുടെ ബുദ്ധിയിലോ ജ്ഞാനത്തിലോ ഒതുക്കിക്കൊണ്ട് കേവലം നമ്മുടെ ജഡിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഉപയോഗ വസ്തുവല്ല ദൈവമെന്നർത്ഥം. അപ്പോൾ സ്തോത്രം. നമുക്ക് നമ്മുടെ ആവശ്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, സാമ്പത്തിക വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സമീപിച്ചിട്ട് നമ്മൾ കരയും, പ്രാർത്ഥിക്കും, ഉപവസിക്കും. അപ്പോൾ ദൈവം എന്തു ചെയ്യും? തൻ്റെ സൃഷ്ടികളായതുകൊണ്ട് ദൈവത്തിനൊരു വലിയ കരുണയും ദയം നമ്മളോടുള്ളത് കൊണ്ട് ദൈവം അതൊക്കെ കേട്ട് ഉത്തരമരുളും. എന്നാൽ കർത്താവ് അതിനെക്കുറിച്ച് സഹതപിക്കും. ഇത്രയും വിഷനെ ഈ ആളിനുള്ളൂ, ഉപയോഗം വരുമ്പോൾ ഉപയോഗ വസ്തുവായി എന്നെ കാണുന്നു. അതുകൊണ്ട് വിഷൻ ഒന്നുകൂടെ വചനത്തിൽ വികാസം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം.
ആമേൻ. ലോകം നിങ്ങൾക്ക് യോഗ്യമേ അല്ലെന്ന് പറയുമ്പോൾ ലോകത്തോട് ചേർന്ന് നടക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഈ ജഡം ഭയങ്കര ശക്തിയുള്ളതായതുകൊണ്ട് എപ്പോഴും ലോകത്തിലേക്കത് ആകർഷകമായി പോകുന്നത് കൊണ്ട് കർത്താവിനത് അറിയാവുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സഹായകനായി നിങ്ങൾക്ക് സമീപിക്കാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ ആമേൻ സ്തോത്രം നല്ലത് ഉപദേശിച്ചു തരാൻ, റൈറ്റ് വഴിയിൽ നല്ല പാത്തിൽ നിങ്ങളെ നടത്താൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു. അതുകൊണ്ട് ആത്മാവിനോടുകൂടെ നിങ്ങൾ നടക്കണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് പോകുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആ വഴിയിൽ നടത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പം ലോകത്തോട് ലോകത്തിനുള്ളതിനോട് നമ്മൾ സ്നേഹം അരുതെന്ന് വചനം പറയുന്നു. അരുത്, ഡോൺ ഹല്ലേലൂയ എന്ന് വചനം പറയുമ്പോൾ നമ്മൾ ലോകത്തിനുള്ളതിനെ, ലോകത്തെ കൂടുതൽ സ്നേഹിച്ചാൽ ദൈവ വചനത്തിന് വിരുദ്ധമാണ് ചെയ്യുന്നത്. നാം അനുസരണക്കേടാണ് ദൈവത്തോട് ചെയ്യുന്നത്. അരുതെന്ന് ദൈവം വചനത്തിൽ പറയുന്നതിനെ ആകാമെന്ന് പറയുന്നതാണ് അനുസരണക്കേട്. അതുകൊണ്ട് അനുസരണക്കേട് അനുഗ്രഹത്തിന് തടസ്സമാണ്. അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളുള്ളത് കൊണ്ട് ദൈവത്തെ നമ്മൾ കൂടുതൽ ഫ്ലഷിനെ കുറിച്ച്, ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഫ്ലഷ്, ജഡം ഒരു മഹാശക്തിയായി മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയാണ് ഫ്ലഷ് ഈസ് ദ പ്രാക്ടിക്കൽ എനിമി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എപ്പോഴുമുള്ള സ്തോത്രം എതിരാളിയാണ് ജഡം. ആ ജഡത്തിലാണ് ഈ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി തൻ്റെ കരസ്പർശനം ഈ ജഡത്തിൻ്റെ മേൽ പതിഞ്ഞതുകൊണ്ടാണ് മനുഷ്യനൊരു രൂപം പ്രാപിച്ചത്. ആ രൂപത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ സ്വരൂപം, എൻ്റെ സാദൃശ്യം. അതിൽ സൃഷ്ടിച്ചെങ്കിൽ അതിനകത്ത് രണ്ട് ഘടകങ്ങളുടെ ദൈവം തൻ്റെ ജീവശ്വാസം ഊതിക്കൊണ്ട് സ്ഥാപിച്ചു. ഒന്ന്, ചിന്തിക്കുവാനുള്ള കഴിവ്, ബുദ്ധി, തീരുമാനമെടുക്കാനുള്ള ശേഷി. ഇതിനെ ദേഹി എന്ന പദത്തിൽ വെച്ചുകൊണ്ട് മൂന്നാമത്തെ ഘടകം അത് ദൈവത്തിനല്ല മൂന്നാമത്തേത്, ദൈവത്തിന് ഒന്നാമത്തെ ഘടകം ആത്മാവാകുന്നു. ആത്മാവുമായിട്ടാണ് ദൈവത്തിന് എപ്പോഴും സംവേദനമുള്ളത്, കണക്ഷനുള്ളത്. എന്നാൽ ഇത് പാപം നിമിത്തം ആമേൻ ഈ ആത്മാവ് മൂന്നാമത്തെ ആളായി മാറുകയും ജഡം ഒന്നാമത്തെ ആളായി പ്രവർത്തിക്കുകയും അതിൻ്റെ മുകളിൽ ഇച്ഛാശക്തിയും തീരുമാനങ്ങളുമൊക്കെ വർക്ക് ചെയ്തിട്ട് ആത്മാവിനെ ഞെരുക്കി അകത്തെ മനുഷ്യൻ അനുദിനം ശോഷിച്ച് മൃതപ്രായരായി പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ തൻ്റെ സൃഷ്ടി ഈ ലോകത്ത് നടത്തിയതിൻ്റെ ഉദ്ദേശത്തെ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ അതിനെ തകർക്കുന്ന കാഴ്ച കണ്ടിട്ട് മടങ്ങി വരാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നതാണ് തിരുവെഴുത്ത്. അതുകൊണ്ട് ആമേൻ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നമ്മൾ പഠിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ദൈവം കർത്താവ് നമ്മളിങ്ങനെ വെറുതെ ഒരു കാര്യം അങ്ങ് പറയത്തില്ലേ, നിങ്ങളിങ്ങനെ അങ്ങ് ചെയ്തു. കർത്താവ് അതിന് പരിഹാരം കൂടെ നിർദ്ദേശിച്ചാണ് പറയുന്നത്. ഏത് കാര്യം കർത്താവ് പറഞ്ഞില്ല. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്. അതിന് എന്താണ് റെമഡി, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം, നിങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം പറയുന്ന കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, ആത്മാവിനാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അപ്പോൾ ആത്മാവ് കൊണ്ടേ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ പറ്റും, വേറെ ഒന്നും കൊണ്ടും പറ്റത്തില്ല പരിശുദ്ധാത്മാവിനല്ലാതെ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഇടം കൊടുക്കണം, ജീവിതത്തിൽ ഇടം കൊടുക്കണം. പരിശുദ്ധാത്മാവിനോട് ആലോചന പറയാൻ നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ, നടത്താൻ ദൈവമാക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ നിരന്തരം ആമേൻ ഒരു ആത്മീയ സംഭാഷണം നടത്തുകയും നമ്മൾ കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്ന് വായിച്ചാട്ടെ, റോമാലേഖനം 8-ാം അധ്യായം 14-15 വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 14 and 15 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ആമേൻ. ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ പുതിയ നിയമസഭയിൽ വിശുദ്ധന്മാർക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് വളരെ ശ്രദ്ധയോടെ, ഇത് ഗൗരവത്തോടെ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുന്ന ദൈവജനം അനുസരിക്കേണ്ടത്, ആമേൻ ശ്രദ്ധിക്കേണ്ടത്, ആമേൻ വളരെ ധ്യാനിക്കേണ്ടതായ ഒരു വിഷയമാണിത്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിക്ക് ഉള്ള ഒരു ക്രൈറ്റീരിയ ദൈവം പറയുന്നത് ദൈവാത്മാവ്. നമ്മളെ ദൈവാത്മാവാണോ നടത്തുന്നത്, ലോകത്തിൻ്റെ ആത്മാവാണോ നടത്തുന്നത്? ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്കാണോ നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നത്, ലോകത്തിൻ്റെ ആത്മാവിനാണോ നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിച്ചാട്ടെ.
ഇന്ന് ഈ ശിഷ്യത്വത്തിൻ്റെ പാഠം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ ചോദിക്കേണ്ട അകത്തെ മനുഷ്യനോട്, ജഡത്തോട്, ആലോചനയോട് നമ്മൾ തന്നെ ഒരു ചോദ്യം അകത്തോട്ട് ചോദിക്കണം. ദൈവാത്മാവ് നടത്തുന്ന ഒരാളാണോ ഞാൻ, അതോ ദൈവാത്മാവിൻ്റെ നിയോഗത്തിനും ആലോചനയ്ക്കും വിരുദ്ധമായി നടക്കുന്ന ഒരാളാണോ ഞാൻ ദൈവ പൈതലാണോ, ദൈവത്തിൻ്റെ മകനാണോ മകളാണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. അതിന് ഉത്തരം നമ്മൾ തന്നെ കൊടുത്താട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു ഉത്തരം കൊടുത്താട്ടെ. ഇല്ലെങ്കിൽ ഒരു സമർപ്പണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. യെസ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് നാം. അതുകൊണ്ട് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നിങ്ങളോട് അങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ. ദൈവത്തെ നമ്മൾ ഓർത്ത് ദൈവത്തിൻ്റെ വചനത്തോട് നമ്മളൊന്ന് പ്രതികരിക്കുക. പ്രതികരണശേഷി ഇല്ലാതെ ഇരിക്കരുത് ദൈവത്തിൻ്റെ സഭയെ, കേട്ടോ. ഊമരല്ല നമ്മൾ, ആമേൻ. അന്ധരല്ല നമ്മൾ, ആമേൻ. സംസാരിക്കാൻ കഴിവില്ലാത്തവരല്ല നമ്മൾ. ഇരിക്കുന്ന ഇരിപ്പിൽ വചനത്തോട് പ്രതികരിക്കുന്നവരാണ് വചനത്തെ വിശ്വസിക്കുന്നവർ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല, എനിക്കിതിനുള്ള ദിവ്യശക്തിയോ ജ്ഞാനശക്തിയോ ഇല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയം എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതും എവിടെയാണ് നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും പോകുന്നതെന്ന് നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്ന ബോധ്യത്തോടെ ഇരിക്കണം. അതുകൊണ്ട് മിനിമം സ്തോത്രം ചെയ്തെങ്കിലും ഇരിക്കണം, പ്രാർത്ഥിച്ചെങ്കിലും ഇരിക്കണം, വചനത്തെ റിസീവ് ചെയ്തിരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ആമേൻ, അല്പമായി ചിന്തിക്കുന്നത്. ഡെവിൾ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പോരാട്ടത്തെക്കുറിച്ച് നമുക്കെപ്പോഴും ചിന്തയും ശാസനയും ഒക്കെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഉറപ്പുള്ള ദൈവമക്കൾ ശക്തമായി നിൽക്കും. അവനോട് എതിർത്ത് നിൽക്കും, അവൻ വിട്ടോടിപ്പോകും. എതിർത്ത് നിൽക്കാൻ കഴിയില്ലെങ്കിൽ പേടിക്കും. റെസിസ്റ്റൻസ് പവർ ഇല്ലെങ്കിൽ, വചനം നന്നായി അറിയത്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പേടിച്ച് ജീവിക്കും. അയ്യോ, പിശാച് വരുന്നു, പിശാചെന്നെ ചുറ്റിയിരിക്കുന്നു, പിശാചെനിക്ക് രോഗം വരുത്തിയിരിക്കുന്നു. ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കാനാണ് വചനം പറയുന്നത്. അതിനുവേണ്ടിയ വചനം. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളിങ്ങോട്ട് നോക്ക്, സ്വർഗത്തിൻ്റെ ദർശനം നോക്ക്. നിങ്ങളെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിട്ടുണ്ട്, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചാണ് ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വചനം തന്നിട്ടുണ്ട്, ആത്മാവിനെ തന്നിട്ടുണ്ട്, സ്തോത്രം, അഭിഷേകം തന്നിട്ടുണ്ട്, ദൈവകൃപ തന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്കിത് വേണ്ട. നമ്മളിപ്പോഴും ആശങ്കയിലാണ്, സംശയത്തിൻ്റെ നിഴലിലാണ്. ഇതെന്താ അതെന്താ, ഇങ്ങനെ പോരാട്ടം പോരാട്ടം പോരാട്ടം. യുദ്ധമുണ്ട്, പക്ഷേ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന നല്ല സൈനികനായി വിശ്വസ്തയോടെ നിൽക്കാൻ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ആ ഉറപ്പ് പ്രാപിച്ച് നമ്മൾ നിൽക്കണം. ഏതെങ്കിലും ഒരു വിഷയം മല പോലെ കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞ ആ മലയോട് നീ കൽപ്പിക്കണം, ഞാനല്ല കൽപ്പിക്കുന്നത്. എൻ്റെ അഭിഷേകം നിന്റെ നാവിലുണ്ടെങ്കിൽ, എൻ്റെ വചനം നീ വിശ്വസിക്കുന്നെങ്കിൽ, എൻ്റെ വചനം നിന്റെ നാവിൻ്റെ മേൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ അത് പ്രശ്നത്തിൻ്റെ മേൽ ഹല്ലേലൂയ കൽപ്പിച്ചാൽ അത് നിന്നെ വിട്ട് കടലിൽ ചാടിപ്പോകുമെന്ന് വചനം പറയുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഡിക്ലെയർ ആൻഡ് ഡിക്രീ ആൻഡ് റെഫ്യൂസ് ആൻഡ് റെബ്യൂക്ക്. എല്ലാ സാഹചര്യത്തെയും ഹല്ലേലൂയ റെബ്യൂക്ക് ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാൻ, റെഫ്യൂസ് ചെയ്യാൻ, റിജക്റ്റ് ചെയ്യാൻ ദൈവം നമുക്ക് സ്പിരിച്വൽ അതോറിറ്റി തന്നിരിക്കുക. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വചനത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കണം, ഉറപ്പോടിരിക്കണം. യു ആർ 100% പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് വേൾഡ്. 100% പ്രൊട്ടക്ഷനാണ് ദൈവം നമുക്ക് വചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കതിൽ ഉറപ്പില്ലെങ്കിൽ, നമുക്കതിൽ വിശ്വാസമില്ലെങ്കിൽ, ആ വചനത്തെ ഏറ്റെടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ, ആ വചനത്തെ റിസീവ് ചെയ്യാൻ നമ്മുടെ മനസ്സൊരുക്കമല്ലെങ്കിൽ, 1% പോലും ആ വചനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ. ആരെങ്കിലും ഉറപ്പില്ലാതെ, ധൈര്യമില്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ, ശിഷ്യത്വത്തിൻ്റെ ബാലപാഠത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ പിശാചിനെ ഭയപ്പെടുകയല്ല, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാനുള്ള കൃപ ദൈവവൈതൽ പ്രാപിച്ചു വേണം ആമേൻ ഇവിടെ ഇരിക്കാൻ, വചനം പഠിക്കാൻ. ഉണ്ടോ ദൈവത്തിനൊക്കെ ഹല്ലേലൂയ? നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ദേഹം, ദേഹിയാത്മാവിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? വചനം പ്രസംഗം കേൾക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ്റെ കഥ കേൾക്കാനല്ല, മനുഷ്യൻ്റെ രൂപത്തെ ശ്രദ്ധിക്കാനല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിത്യ സത്യ വചനമാണ് കടന്നു വരുന്നത്. എന്നെ എതിരേൽപ്പാൻ നീ ഒരുക്കമുള്ളവനായിരിക്കണം. വചനത്തെ നീ റിസീവ് ചെയ്യണം. ഐ റിസീവ്
the word of God, the living word of God, the name of Jesus എന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? വചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ആമേൻ ഹല്ലേലൂയ ആത്മാവിൻ്റെ തീ കത്തുക. നമ്മൾ അറിയാതെ സ്തോത്രം പറയും. കാരണം അത് ലോകത്തിൻ്റെ ശക്തിയല്ല കേട്ടോ, ലോകത്തിൻ്റെ ജ്ഞാനവുമല്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിൽ അവനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തെന്നറിയാമോ? ഒരു ലോകവും ഒരു പിശാചും ഒരു ജഡവും നിനക്കെതിരെ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ആത്മാവാണ്, ഞാൻ ജീവശ്വാസമൂതിയ ആത്മാവാണ് നിൻ്റെ ഉള്ളിൽ ഞാൻ അടക്കം ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഏറ്റെടുത്തൊന്ന് നിൽക്കാമെങ്കിൽ ദൈവശക്തി നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്യുന്നത്, ആമേൻ, തീ പോലെ പടരുന്നത്, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നാം നിറയുന്നത് നമുക്ക് തന്നെ ആത്മാവിലറിയാം. എത്ര പേരതൊക്കെ അറിയുന്നവരുണ്ട്, ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ട്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായെ പ്രസ്താവിക്കും. ആമേൻ. ശിഷ്യത്വം പഠിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമേൻ, നിങ്ങൾക്കും എനിക്കും ഒരു ക്രിസ്തീയ ദർശനം, ഒരു ക്രിസ്ത്യൻ ആമേൻ ഹല്ലേലൂയ വിഷൻ ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയുടെ വിഷൻ, ലോകത്തിൻ്റെ വിഷനല്ല. നമ്മുടെ ജീവിതത്തെ ഇന്നൊന്ന് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചിന്ത എന്തായിരുന്നു? നമ്മൾ എവിടൊക്കെ പോയി നിന്നു? എന്തൊക്കെ നാം സംസാരിച്ചു? ഒന്ന് ഏറ്റു പറയാൻ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ 100% വിശ്വസിക്കുന്നു. ചിലതൊക്കെ ആമേൻ നമ്മുടെ ആമേൻ ചിന്ത വിട്ട്, കൺട്രോൾ വിട്ട് പോയ ഇടങ്ങളുണ്ട്, കണ്ണുകൾ പാഞ്ഞ ഇടങ്ങളുണ്ട്, നാവ് ചലിച്ച വിഷയങ്ങളുണ്ട്. അവൻ്റെ രക്തത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു. എന്തൊക്കെയാണ് ദ ബ്ലെസ്സിങ്സ്? ആമേൻ. യേശുവിൻ്റെ രക്തത്തിന്, പുണ്യാഹ രക്തത്തിന് അനുഗ്രഹമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ആമേൻ, നമ്മളെ വീണ്ടെടുത്ത രക്തം. അവസാനമായി ഞാൻ പറയട്ടെ, 7ാമത്തെ കാര്യം, നമുക്ക് ഹോളി പ്ലേസിലേക്ക്, ഹോളി ത്രോണിലേക്ക് ഏത് സമയത്തും ഹല്ലേലൂയ 100% ആക്സസ്. കയറാൻ പറ്റുമായിരുന്നോ നേരത്തെ? മഹാപുരോഹിതന് മാത്രം കയറാൻ, വെളിയിൽ നിന്നോണം. കയറുന്നവൻ പോലും മഹാപുരോഹിതന് ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് കയറിയില്ലെങ്കിൽ അവനകത്ത് തട്ടിപ്പോവും, വലിച്ചിറക്കാനേ പറ്റൂ. ഹല്ലേലൂയ. ഇപ്പോൾ ഏത് സമയത്തും, അതുകൊണ്ടാണോ നമ്മളിതെല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്? ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹവും പരിശുദ്ധവും പരിപാവനവുമായ ആ പുണ്യ രക്തം കൊണ്ട് നമുക്കതിനുള്ള ആക്സസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിന്, നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കാതെ എന്തും ചെയ്യാൻ, എന്തും പറയാൻ, എവിടെയും ഇരിക്കാൻ, എവിടെയും നടക്കാൻ, ആമേൻ, ഏത് വിധത്തിലും ജീവിക്കാൻ നമുക്ക് ദൈവം അവകാശവും അധികാരവും ദൈവമക്കളെന്ന പദവിയിൽ തന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശിഷ്യത്വത്തിന് തടസ്സമാണ് ആമേൻ പൈശാചിക മണ്ഡലം, ദുരാത്മ മണ്ഡലം. അവെയറായിരിക്കണം നമ്മൾ. നമുക്കെതിരെ ചലിക്കുന്ന, നമ്മുടെ ബുദ്ധിയെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ചിന്തകളെ വല്ലാണ്ടാക്കി കളയുന്ന, നമ്മുടെ കാലുകളെ ആകാത്തിടത്തോട്ട് ചലിപ്പിക്കുന്ന, ഇരിക്കേണ്ടാത്തിടത്ത് നമ്മളെ കൊണ്ട് ഇരുത്തുന്ന, പറയേണ്ടാത്തടത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു മണ്ഡലം ഈ ലോകത്തിലുണ്ട് എന്ന് ദൈവ പൈതങ്ങൾ അവെയറായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ നാം ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. ആമേൻ. കഴിഞ്ഞ ഒരു ദിവസം ആമേൻ സ്തോത്രം പ്രഭാത പ്രാർത്ഥന നമുക്കെടുത്തു, ദ സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ, വഞ്ചനയുടെ ആത്മാവ്, വഞ്ചിക്കുന്ന, തകർക്കുന്ന, തരിപ്പണമാക്കുന്ന ആത്മാവ്. അതിനെക്കുറിച്ച് അവെയറായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇഗ്നോറൻസ് ഈസ് നോട്ട് എ റീസൺ എന്ന. ഹല്ലേലൂയ. അറിവില്ലായ്മ ഒരു കാരണമായി നമുക്ക് പറയാൻ ഒക്കത്തില്ല ദൈവസന്നിധിയിൽ. അതിനാ സഭ, അതിനാ വചനപഠനം, അതിനാണ് ആത്മീയ ഗുരുക്കന്മാർ, അതിനാണ് എൽഡേഴ്സ്, അതിനാണ് ആമേൻ ആത്മീയ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആക്കിയിരിക്കുന്നില്ലേ? ഇതിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത്. അതിനാണ് വേദപുസ്തകം 66 പുസ്തകങ്ങൾ നമ്മുടെ കൈ കൊണ്ട് തന്നിരിക്കുന്നത്. അത് ധ്യാനിക്കണം, പഠിക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ആത്മീയ യോഗങ്ങളിൽ ഫ്രീക്വൻ്റായി പങ്കെടുക്കണം. അതിനകത്ത് ആനന്ദം കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം. അതിൽ നിന്ന് ആമേൻ നമുക്ക് ഗ്രഹിക്കണം, അതിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എത്രമാത്രം അനുസരണമുള്ളവരാണ് നാം. വി ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കൾ. കർത്താവ് നമുക്കെല്ലാം. കർത്താവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല, നാം ശൂന്യമാണ്.